നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. രാജ്യം കണ്ട ഏറ്റവും കപടനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ കൌൺസിലിൽ അടിയന്തര പ്രമേയം. കേരള സ്റ്റേറ്റ് എക്സ്ഗ്രേഷ്യ പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ജില്ലാ കൺവെൻഷൻ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യം കണ്ട ഏറ്റവും കപടനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി. മുസ്ലിം യൂത്ത് ലീഗ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ മരുന്നു വിപണി കുത്തകവൽക്കരിക്കുന്നുവെന്നാരോപിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. രാജ്യം കണ്ട ഏറ്റവും കപടനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് PM സാദിഖ് അലി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നജീബ് കാന്തപുരം അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് AB അൻവർ, CP അസീസ് മാസ്റ്റർ, ആഷിഖ് ചെലവൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്നലെയുണ്ടായ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുണ്ടായ വിജയം മോദിയുടെ വിജയമായാണ് ആഘോഷിക്കുന്നത്. ഒരു മോദി പ്രഭാവം ബോധപൂർവം വരുത്തി തീർക്കുമ്പോഴാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഹതാശയരായ നിരാലംബരായ ആളുകളെ ബാധിക്കുന്ന വലിയ ഒരു കൂട്ടുകച്ചവടം ഈ രാജ്യത്ത് നടന്നു എന്ന് രാജ്യത്തെ ജനങ്ങളോട് വിളിച്ചു പറയുന്നതിന് വേണ്ടി മുസ്ലിം യൂത്ത് ലീഗ് ഈ പ്രക്ഷോഭണ പരിപാടിയുമായി വരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ കൌൺസിലിൽ അടിയന്തര പ്രമേയം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞുണിയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. മെഡിക്കൽ കോളേജിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോർപ്പറേഷൻ കൌൺസിലിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞുണിയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലും സീനിയർ ഡോക്ടർമാരെത്തുന്നില്ല. രാത്രിയിലും പകലും അവരുടെ പരിചരണം ആവശ്യമായ സമയങ്ങളിൽ അവരുടെ സേവനം ലഭ്യമാകുന്നില്ല. ഇതിനിടെ വിഷയത്തിന്റെ അടിയന്തര പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് ഭരണപ്രതിപക്ഷാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഇത് കുറച്ചുനേരത്തേക്ക് കൌൺസിലിൽ ബഹളത്തിന് കാരണമായി. P. കിഷൻചന്ദ്, മീര ദർശക്, സക്കറിയ P. ഹുസൈൻ, EM സോമൻ, T. സുജൻ, CS സത്യഭാമ, NC മോയിൻകുട്ടി, ചേമ്പിൽ വിവേകാനന്ദൻ, KN ബാലഗോപാലൻ, B. സുധീർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. 163ഓളം അജണ്ടകളാണ് തിങ്കളാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നത്. കേരള സ്റ്റേറ്റ് എക്സ്ഗ്രേഷ്യ പെൻഷനേഴ്സ് വെൽഫെയർ ജില്ലാ കൺവെൻഷൻ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. MK രാഘവൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് എക്സ്ഗ്രേഷ്യ പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷന്റെ ജില്ലാ കൺവെൻഷൻ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. MK രാഘവൻ MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് സുഗുണൻ അധ്യക്ഷത വഹിച്ചു. UK കുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് തങ്കപ്പൻ, സുധാകരൻ, സുരേഷ് ബാബു, PK ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നമ്മുടെ ഈ പെൻഷൻ അനുവദിക്കുന്നതിൽ ഇപ്പം സാമ്പത്തിക പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ട് ഇപ്പം സർക്കാർ വളരെ ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് പ്രശ്നങ്ങൾ വീണായിരിക്കുന്നത്. പക്ഷേ ഈ 2 ആഴ്ച മുമ്പാണ് സർക്കാർ ഒരു ഗവൺമെന്റ് ഓർഡർ ഇറക്കിയത് 2 ഫാമിലി പെൻഷൻ അനുവദിച്ചുകൊണ്ട്. 2 ഫാമിലി പെൻഷൻ എങ്ങനെ? ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിൽ ജോലിയെടുത്ത് പിന്നീട് സെൻട്രൽ ഗവൺമെന്റിന്റെയോ അത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിൽ ചേക്കേറിയ. താമരശ്ശേരി അബ്ദുൾ കരീം വധക്കേസ് മൈസൂരിലെ കനാലിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹം അബ്ദുൾ കരീമിന്റേതല്ലെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. 2013 മക്കൾ കരീമിനെ കൊലപ്പെടുത്തി കനാലിൽ തള്ളിയെന്നതാണ് മൊഴി നൽകിയിരുന്നത്. താമരശ്ശേരി അബ്ദുൾ കരീം വധക്കേസിൽ മൈസൂരിലെ കനാലിൽ നിന്നും കണ്ടെടുത്ത മൃതദേഹം കരീമിന്റേതല്ലെന്ന DNA ഫോറൻസിക് ലാബിൽ നിന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നത്. മക്കളായ മിദ്ലാജ്, ഫിർദൌസ് എന്നിവർ പിതാവിനെ കൊന്ന് കനാലിൽ തള്ളുകയായിരുന്നുവെന്നാണ് കേസ്.
2013 ഒക്ടോബർ 2-നാണ് കരീമിനെ കാണാതായെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ 2013 സെപ്റ്റംബർ 28-ന് ഇയാളെ വീട്ടിൽ വെച്ച് മക്കൾ കൊലപ്പെടുത്തുകയും മൈസൂരിലെ കനാലിൽ മൃതദേഹം തള്ളുകയായിരുന്നുവെന്നും തെളിവുകൾ ലഭിച്ചു. കർണാടകയിലെ ചാംരാജ് നഗർ ജില്ലയിലെ നഞ്ചൻകോട് നിന്നും 67 കിലോമീറ്റർ മാറി കബനി കനാലിൽ നിന്നും ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘമാണ് അന്ന് മൃതദേഹം കണ്ടെടുത്തിരുന്നത്. നാവിൽ കൊതിയൂറുന്ന ദീപാവലി മിഠായികൾ വിപണിയിലെത്തി. മിൽക്ക് ബർഫിക്കും ബംഗാളി സ്വീറ്റ്സിനുമാണ് ഇത്തവണ ആവശ്യക്കാരേറെ. മധുരത്തിന്റെ വ്യത്യസ്തതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത്തവണയും ദീപാവലി മിഠായി വിപണി. സാധാരണ ഇനങ്ങൾക്ക് പുറമെ ബംഗാളി മധുര പലഹാരങ്ങളാണ് വിപണിയിലെ താരം. വിവിധയിനം മിൽക്ക് ബർഫികൾ കൊണ്ട് നഗരത്തിലെ ബേക്കറികൾ നിറഞ്ഞു കഴിഞ്ഞു. വ്യത്യസ്ത ഇനം സാൻഡ്വിച്ചുകൾ ദീപാവലി മിഠായിലെ ഇത്തവണത്തെ പ്രത്യേകതയാണ്. സാൻഡ്വിച്ചുകൾക്ക് പുറമെ കാലാജാമുൻ, രസഗുള, സോൻപപ്പടി, പിസ്താപേട, ബാദുഷ, സാട്ടിയ തുടങ്ങി നാവിൽ കൊതിയൂറുന്ന വിവിധയിനം മിഠായികൾ ഉപഭോക്താക്കൾക്കായി തയ്യാറായി കഴിഞ്ഞു. 240 രൂപ മുതലാണ് മിഠായികൾക്ക് വില ആരംഭിക്കുന്നത്. പാലുൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിക്കുന്ന മിഠായികൾക്ക് വില അല്പം അധികം നൽകണം. മിഠായി വിപണി വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. ക്യാമറമാൻ നസ്രുള്ളക്കിനൊപ്പം രാകേഷ് പാലാഴി, ടൈം ന്യൂസ്. പന്തീരങ്കാവ് ചിത്രപ്രസാദം നിർമ്മിച്ച അന്ന് ഹ്രസ്വ ചലച്ചിത്രത്തിന്റെ CD പ്രകാശനം നടന്നു. ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതനിൽ നിന്നും ജയേഷ് ഒതേമംഗലത്ത് CD ഏറ്റുവാങ്ങി. പന്തീരങ്കാവ് ചിത്രപ്രസാദം നിർമ്മിച്ച അന്ന് ഹസ്യ ചലച്ചിത്രത്തിന്റെ CD പ്രകാശനമാണ് നടന്നത്. ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുഗതനിൽ നിന്നും KCL ചാനൽ ഡയറക്ടർ ജയേഷ് ഒതേമംഗലത്ത് CD ഏറ്റുവാങ്ങി. അവതരിപ്പിച്ചിട്ടുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ CD കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. ഒളവണ്ണ പഞ്ചായത്ത് അംഗം TT പ്രശാന്തിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി. ചടങ്ങിൽ കൃഷ്ണൻ പന്തീരങ്കാവ് സംസാരിച്ചു. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച ചർച്ചകളിൽ മൂല്യനിർണ്ണയ രീതികളുടെ പരിമിതികളെ നിരീക്ഷണ വിധേയമാക്കണമെന്ന് അസോസിയേഷൻ ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അസറ്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK അബൂബക്കർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ച ചർച്ചകളിൽ മൂല്യനിർണ്ണയ രീതികളുടെ പരിമിതികളെയും നിരൂപണ വിധേയമാക്കണമെന്ന് അസോസിയേഷൻ ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM അബൂബക്കർ ആവശ്യപ്പെട്ടു. നിരന്തര മൂല്യനിർണ്ണയം, CE, ടേം മൂല്യനിർണ്ണയം, TE എന്നിവയുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുമ്പോൾ എല്ലാ പരിമിതികളിൽ നിന്നും മുക്തമാക്കാൻ കഴിയേണ്ടതുണ്ടെന്നും ഹൈസ്കൂളിൽ നിരന്തര മൂല്യനിർണ്ണയം, CE, ടേം മൂല്യനിർണ്ണയം, TE ചേർത്ത് ആകെ മിനിമം മാർക്ക് ലഭിക്കുന്നവർക്ക് വിജയിക്കാൻ സാധിക്കുന്ന സംവിധാനമാണ് നിലവിലുള്ളതെന്നും CAയിലും TAയിലും നിശ്ചിത മാർക്ക് ലഭിച്ചവരെ മാത്രം വിയോജിക്കുന്ന രീതി കൊണ്ടുവരണമെന്നും ഹയർ സെക്കൻഡറിയിൽ നിലവിൽ ഈ രീതിയാണ് പിന്തുടരുന്നതെന്നും CE മാർക്ക് നൽകുന്നതിന് ലളിതവും സുതാര്യവുമായ ഒരു പൊതുരീതിയും നടപടിക്രമവും ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒക്കെ വളരെ ന്യായമായ മൗലികമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ പോലും ഈ അടുത്ത കാലത്തൊക്കെ നടന്ന അത്തരം സമര പരിപാടികളൊക്കെ വളരെ അപഹാസ്യമായി അല്ലെങ്കിൽ വളരെ പരാജിതമായി പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഞങ്ങൾ അസറ്റ് വിലയിരുത്തുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് വേണ്ടത്ര പിന്തുണ, ഒരുപക്ഷെ അവരെ പിന്തുണക്കുന്ന ബാക്ക് ചെയ്യുന്ന പാർട്ടികളുടെ പൊതുധാരയിലുള്ള മുഖ്യധാരയിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളുടെ ഒക്കെ പിന്തുണയുണ്ട് എന്ന് പത്രദ്വാരയൊക്കെ പ്രസ്താവനയുണ്ടെങ്കിലും ആ പൊതുസമൂഹത്തിന്റെ പിന്തുണ കിട്ടായികയാലായിരിക്കാം മൗലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഊന്നിക്കൊണ്ട് നടത്തിയ സമരങ്ങൾക്ക് പോലും വേണ്ടത്ര വിജയിപ്പിക്കാൻ കഴിയാതെ. കെ രാഘവൻ സ്മൃതിയുടെ ഭാഗമായി രാഘവൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളുടെ ഗാനാലാപന മത്സരം നടന്നു. ടൗൺ ഹാളിൽ നടന്ന പരിപാടി കനേഷ് പുന്നൂർ ഉദ്ഘാടനം ചെയ്തു. കെ രാഘവൻ സ്മൃതിയുടെ ഭാഗമായി ടൗൺ ഹാളിൽ രാഘവൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ പാട്ടുകളുടെ ആലാപന മത്സരം നടന്നു. കാനേഷ് പൂനൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാട്ടയാട്ട് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. അജിത് നാരായണൻ, AP കുഞ്ഞാമു, അഷ്റഫ് കുരുവട്ടൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. രാഘവൻ മാസ്റ്ററെ നമ്മൾ കാണുന്നത് എപ്പോഴും വളരെ വൃത്തിയായിട്ടുള്ള വെള്ള ചുബയും ഉണ്ടും മുടിയെല്ലാം തന്നെ കറപ്പിച്ച് എപ്പോഴും നമ്മുടെ മനസ്സിൽ കട്ടിയുള്ള കണ്ണടയും ധരിച്ചു നമ്മളുടെ ഓർമ്മകൾ ഏത് സമയത്തും മനസ്സിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഈണത്തിൽ ഞാൻ 30 വർഷത്തോളമായി ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണി നിലയത്തിൽ ലളിത സംഗീതത്തിൽ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിന്റെയും കമ്പ്യൂട്ടർ ലാബിന്റെയും ഉദ്ഘാടനം നടന്നു. എളമരം കരീം MLA ഉദ്ഘാടനം നിർവഹിച്ചു.
ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ TN സീമ MPയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് എളമരം കരീം MLA നിർവഹിച്ചത്. കോർപ്പറേഷൻ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി അനുവദിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ നിർവഹിച്ചു. ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ സ്കൂൾ വിഭാഗം രൂപീകരിച്ച ബ്രാൻഡ് ട്രൂപ്പിന്റെ ഉദ്ഘാടനം നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T രജനിയും നിർവഹിച്ചു. കൌൺസിലർ P ജലജ, DD ഗിരീഷ് ചോലയിൽ, ജയശ്രീ, K രാജീവ് തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു. ഇവിടുത്തെ സ്കൂൾ PTA അതുപോലെ അധ്യാപകർ അത്യുത്സാഹം നടത്തിയാണ് ഇങ്ങനെ ഒരു ബാങ്ക് ഗ്രൂപ്പിനെ പരിശീലിപ്പിച്ചത്. കൊടൽക്കുന്നം കുളങ്ങര വിഷ്ണു ക്ഷേത്രത്തിലെ ലക്ഷം ദീപം സമർപ്പണത്തിന്റെ കൂപ്പൺ ഉദ്ഘാടനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. 2015 മാർച്ച് 29-നാണ് ലക്ഷം ദീപ സമർപ്പണം. മണക്കടവ് കൊടൽക്കുന്നം കുളങ്ങര വിഷ്ണു ക്ഷേത്രത്തിലെ ലക്ഷം ദീപ സമർപ്പണത്തിന്റെ കൂപ്പൺ ഉദ്ഘാടനമാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചത്. SK ബിൽഡേഴ്സ് സച്ചിൻ കുമാർ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി. ക്ഷേത്രം പ്രസിഡന്റ് വേലായുധൻ KP അധ്യക്ഷത വെച്ച പരിപാടിയിൽ ലക്ഷം ദീപ സമർപ്പണം ചെയർമാൻ സുബ്രഹ്മണ്യൻ, ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മാധവൻ PV, ജയശ്രീ P തുടങ്ങിയവരും സംബന്ധിച്ചു. ഇതിനു വേണ്ടി നിങ്ങൾ തന്നെ ശ്രമിക്കണം. ഓരോരാളും ഇത് എന്റെ അമ്പലമാണ്, എന്റെ കൃഷ്ണനാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ഓരോരാളും ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇതിന്റെ ഐശ്വര്യം ഉണ്ടാവും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇതിന്റെ ഒരു പുനരുദ്ധാരണം അല്ലെങ്കിൽ ചുറ്റുമതിൽ അല്ലെങ്കിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥന പോലെ ഞാനും എത്താം. മുജാഹിദ് സ്റ്റുഡൻസ് വുമൺ MSM സംസ്ഥാന സമിതിയുടെ 10ാമത് ദേശീയ അറബിക് വിദ്യാർത്ഥി സമ്മേളനം ഈ മാസം 22-ന് ടാഗോർ ഹാളിൽ നടക്കും. വിവിധ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 500-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന 10ാമത് ദേശീയ അറബിക് വിദ്യാർത്ഥി സമ്മേളനം ഈ മാസം 22-ന് ടാഗോർ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അറബി ഭാഷയുടെ വളർച്ചയും വികാസവും അതുപോലെ തന്നെ അറബി ഭാഷ തുറന്നിടുന്ന പുതിയ തൊഴിൽ സാധ്യതകളും അതുപോലെ തന്നെ കേരളത്തിലെ അറബി ഭാഷ പഠനം, ചരിത്രം, വർത്തമാനം എന്നീ വ്യത്യസ്തങ്ങളായ സെഷനുകളിലായി ഏകദേശം ഒരുപാട് പ്രശസ്തമായ അക്കാദമിഷ്യന്മാരും അതുപോലെ തന്നെ വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരുമെല്ലാം വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലെ അറബി വിദ്യാർത്ഥികളടക്കം 1500 പേർ ദേശീയ അറബിക് വിദ്യാർത്ഥി സമ്മേളനത്തിൽ പങ്കെടുക്കും. അറബി ഭാഷയുടെ വളർച്ചയും വികാസവും, അറബി ഭാഷ തുറന്നിടുന്ന പുതിയ തൊഴിൽ സാധ്യതകൾ, കേരളത്തിലെ ഭാഷാ പഠനം, ചരിത്രവും വർത്തമാനവും തുടങ്ങി 20ഓളം പ്രബന്ധങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. KNM സംസ്ഥാന ജനറൽ സെക്രട്ടറി PB ഉണ്ണിക്കുട്ടൻ മൗലവി ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് പരിപാടിയിൽ മുഖ്യ അതിഥിയായിരിക്കും. അക്കാദമിക് സെഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാം ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പഴശ്ശിരാജ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ISROയിലെ ഡോക്ടർ K രാധാകൃഷ്ണനും മംഗൾയാൻ ദൌത്യ സംഘത്തിലെ പ്രശസ്ത ശാസ്ത്രജ്ഞന്മാർക്കും സ്വീകരണം നൽകുന്നു. സ്വാഭിമാനം സമ്മോഹനം എന്ന പേരിൽ ബാലുശ്ശേരിയിലാണ് പരിപാടി. പഴശ്ശിരാജ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഭാരതത്തിന്റെ അഭിമാനമായ മംഗളയാൻ ദൌത്യത്തിന്റെ നായകൻ ഡോക്ടർ KM രാധാകൃഷ്ണനും അദ്ദേഹത്തിന്റെ ദൌത്യസംഘത്തിലുള്ള ലോക പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർക്കും സ്വീകരണം നൽകുന്നത്. സ്വാഭിമാനം സമ്മോഹനം 2014 എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി നവംബർ 16-ന് ബാലുശ്ശേരിയിലെ കണ്ണങ്ങോടുള്ള പഴശ്ശിരാജ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പഴശ്ശിരാജ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മംഗളയാൻ ദൌത്യ നായകർക്ക് നൽകുന്ന ഒരു രാജോചിതമായ സ്വീകരണവും അതോടനുബന്ധിച്ചുള്ള ഒരു ശാസ്ത്ര സംവാദത്തെ കുറിച്ച് വിശദീകരിക്കുവാനാണ്. നവംബർ മാസം 16-ാം തീയതി രാവിലെ 10 മണിക്ക് ട്രസ്റ്റിന്റെ മാനേജ്മെന്റിലുള്ള ബാലുശ്ശേരിയിലെ കണ്ണംകോട്ട പഴശ്ശിരാജ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ വെച്ച് മംഗളയാൻ ദൌത്യ നായകൻ ഡോക്ടർ K രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സംഘത്തിൽപ്പെട്ട പ്രശസ്തരായ 4 ശാസ്ത്രജ്ഞർക്കും ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കുന്നുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ മംഗളയാൻ ദൌത്യ നായകർക്ക് നൽകുന്ന ആദ്യത്തെ സ്വീകരണ പരിപാടി കൂടിയാണ് ഈ പരിപാടി. ഇതിനോടനുബന്ധിച്ച് കോഴിക്കോട് റവന്യൂ ജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ +1, +2 വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞരുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരം ഒരുക്കുന്നു. ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടി സ്പേസ് സ്പാർക്ക് എന്ന ക്വിസ് പ്രോഗ്രാം നവംബർ 6-ന് പഴശ്ശിരാജ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ നടക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു.
വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് EM അഷ്റഫ് രചിച്ച മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം ഈ മാസം 21-ന് ടാഗോർ ഹാളിൽ നടക്കും. പിണറായി വിജയൻ പ്രകാശനം നിർവഹിക്കും. വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി EM അഷ്റഫ് രചിച്ച് കോഴിക്കോട് ലിബി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന 2 പുസ്തകങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം ഈ മാസം ഒക്ടോബർ 21-ന് ടൗൺ ഹാളിൽ വെച്ച് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പുസ്തക പ്രകാശനം നടത്തും. പ്രശസ്ത ഫോട്ടോഗ്രാഫർ പുനലൂർ രാജൻ പുസ്തകം ഏറ്റുവാങ്ങും. ഡോക്ടർ MM ബഷീർ, KV തോമസ്, അക്ബർ കക്കട്ടിൽ, PK പാറക്കടവ്, KF ജോർജ്, ഡോക്ടർ ഖദീജ മുന്താസ്, K ശ്രീകുമാർ, EM ഹാഷിം, കമാൽ വരദൂർ, A സജീവൻ, അനീസ് ബഷീർ, MV അക്ബർ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ബഷീറിന്റെ ഒരു നാട്ടിൽ, അതായത് ബഷീർ കോട്ടയം ജില്ലക്കാരനാണെങ്കിലും കോഴിക്കോടാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ബഷീർ സ്മരണ ജൂലൈ 5-ന് നടത്തേണ്ടതായിരുന്നു. പക്ഷേ അസൗകര്യം കാരണം ഇങ്ങോട്ടേക്ക് മാറി. അത് മാത്രമാണ് ഉദ്ദേശം. ഒരു മാധ്യമ പ്രവർത്തകന്റെ ഈ ബഷീർ ആദരവ് ഇതിന് പുറമെ ഇനിയും കണ്ടെത്തേണ്ടിരുന്ന ബഷീറിനെ കുറിച്ച് തുടക്കം കുറിക്കാൻ, അതായത് പുതിയ തലമുറക്ക് പലപ്പോഴും ബഷീറിനെ എങ്ങനെ കാണണം എന്ന രീതിയിലുള്ള ഒരു കാൽവെപ്പ് മാത്രമാണ് ഒരു പുസ്തകം. രണ്ടാമത്തെ പുസ്തകം ബഷീറിന്റെ ജീവചരിത്രമാണ്. അത് പുതിയ പതിപ്പാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. രാജ്യം കണ്ട ഏറ്റവും കപടനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ കൌൺസിലിൽ അടിയന്തര പ്രമേയം. കേരള സ്റ്റേറ്റ് എക്സ്ഗ്രേഷ്യ പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ജില്ലാ കൺവെൻഷൻ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.